ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നിപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നത്. പുഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചുരുങ്ങിയ സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്കിന്ന് 2 ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ആരാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആൾക്കാർ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലോ കുറച്ചോ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യത്തിനുള്ള പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു ബൗൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക. പഞ്ചസാര പൊടിച്ചിട്ടല്ല കേട്ടോ, സാധാ ക്രിസ്റ്റൽ പഞ്ചസാര, സാധാ പൊടിക്കാത്ത പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കൊക്കോ പൗഡർ മിക്സ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതിൽ വെക്കുക. എന്നിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് പാല് വെന്ത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അത് കുറുകി കട്ടയായിട്ട് വരും, ഒരു കുറുക്ക് പരുവത്തിലായിട്ട് വരും. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ കൈ വിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കൈ കൊണ്ട് പൊടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് പൊടിയില്ല. അതുകൊണ്ട് നമ്മളൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങനെ പൊടിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ടേസ്റ്റ് അനുസരിച്ച്, എനിക്ക് ബിസ്ക്കറ്റ് അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ആദ്യം കേക്ക് ടിന്നിലേക്കാണ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്ത സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടിപ്പോയി, അപ്പോൾ ഞാനതൊന്ന് തൂത്ത് കൊടുത്തിട്ടോ. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റിൻ്റെ പൊടി കേക്ക് ടിന്നിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്ത ബൗള് വലുതും ബിസ്ക്കറ്റിൻ്റെ പൗഡർ കുറച്ചുമായിപ്പോയി. അതുകൊണ്ട് പിന്നെ നമ്മളത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോഴും എനിക്കത് ഭയങ്കര ഒരു ഗുണകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളറിയാതെ തന്നെ മറ്റൊരാൾക്ക് ചെയ്യുന്നൊരു ഫേവറല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. നിങ്ങളപ്പോൾ എല്ലാവരും മാക്സിമം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളിങ്ങനെ എല്ലാവരും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒത്തിരി ലൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് സജഷനായിട്ട് ചെല്ലും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതിലേക്ക്. ഇപ്പോൾ നമ്മൾ കുക്കിങ്ങിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുക്കിംഗ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇനി ഇൻഷാ അല്ലാ ഇടാം കേട്ടോ. അങ്ങനെ നമ്മളതൊരു ചെറിയ ബൗളിലേക്ക്, ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം അത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഒരു പുഡിങ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. 2 പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും, പാലിൻ്റെ അളവിന് അനുസരിച്ച് പഞ്ചസാരയും, 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി മിക്സ് ആക്കിയിട്ട് അതും ഇതുപോലെ നമ്മളൊന്ന് കുറുക്ക് പരുവത്തിലാക്കാനായിട്ട് വെക്കുന്നുണ്ട്. അത് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച മിക്സും ഈ വൈറ്റ് കളറിലുള്ള മിക്സും കൂടി രണ്ടും ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഡോട്ട് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെയർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് സെറ്റ് ആവാനായിട്ട് അതും കൂടെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ചെറിയ ബൗളിലാക്കി ഒഴിച്ചു വെക്കുക കേട്ടോ. അതും കൂടെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇനി നമ്മളുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞ് നമ്മുടെ കസിൻസാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഒന്ന് തയ്യാറാക്കിയത് കേട്ടോ. അങ്ങനെ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡെല്ലാം നമ്മൾ പുറമേ നിന്നാണ് കേട്ടോ വാങ്ങിയത്. നമ്മൾ വീട്ടിൽ പുഡിങ് മാത്രമേ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി. പിന്നെ സാലഡ് ഞാനുണ്ടാക്കി, നമ്മുടെ സാലഡ് അത് ഞാനുണ്ടാക്കി. ബാക്കിയെല്ലാം നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവരെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ നമ്മുടെ മക്കളുടെ ചെറിയൊരു വിശേഷങ്ങളും ഒക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് അധികം ലെങ്തിയില്ല, നിങ്ങൾ ബോറടിപ്പിക്കണ്ടെന്ന് കരുതി ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതിലും നല്ല നല്ല വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ചെറിയൊരു ഹാർട്ടാണെങ്കിലും മതി, എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മറക്കാതെ തന്നെ കാണാം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.